ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചയാൾ അത് ജിയോണിൻ്റെ ബോസ് ആയിരിക്കും. കിം എന്നാണ് ആളുടെ പേര്. കിം ജിയോണിനെയും എല്ലാവർക്കും വാണിംഗ് കൊടുക്കും. ജോലിക്കിടയിൽ തിണ്ടിത്തരം കാണിക്കാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പണിക്കിടയിൽ പുറത്തുനിന്ന് പണിയേറ്റത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ജിയോണിൻ്റെ കസിന് വേണ്ടിയായിരുന്നു. അവൻ ആരുടേന്നോ ഇടി കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ പോയി. കിം, അപ്പോൾ നിങ്ങൾക്കും അവൻ്റെന്ന് അടി കിട്ടി അല്ലേ? അത്ര ഇടിയൊന്നും കിട്ടിയില്ല എന്ന് ലിയോൺ പറയും. എന്നാൽ അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാടാ എന്ന് പറഞ്ഞ് അവനിട്ട് കുറേ കൊടുക്കാൻ തുടങ്ങും. കൈയൊക്കെ അടിച്ച് പരിപ്പിളക്കും. ശേഷം സിയോണും യാങ്ങും സിയോക്കും ഒരുമിച്ചുണ്ടാകും. യാങ്സു, വാ നമുക്ക് ബിയർ അടിക്കാൻ പോവാമെന്ന് പറയുമ്പോൾ സിയോൺ, എനിക്ക് പോകണം, നിങ്ങൾ വിട്ടോ. സിയോക്ക്, അതെന്താടാ, എൻ്റെ ചിലവാ. സിയോൺ, നിങ്ങൾ കാരണം എൻ്റെ സ്കെഡ്യൂൾ ആകെ താറുമാറായി. ഇത് കേട്ട യാങ്സു, ഓക്കെ സൂക്ഷിച്ചു പോ, ഇന്ന് നിനക്ക് ഭാഗ്യമുണ്ട്, പക്ഷേ ഇനി അത് ഉണ്ടാവണമെന്നില്ല, എന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കണമെന്നില്ല. അങ്ങനെ മറ്റവർ രണ്ടുപേരും ജോളിയായിട്ട് തന്നെ പോകും. ശേഷം ജിയോണിൻ്റെ കയ്യിലിപ്പോൾ ഒരു പ്ലാസ്റ്റർ ഉണ്ടാക്കും. യോങ് ഉള്ള ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും അവനുമുള്ളത്. കൈക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മുന്നിൽ തന്നെ അവൻ്റെ ബോസ് ഇരിപ്പുണ്ടാവും. യോങ്ബിനെ, നീയാണിതിന് കാരണം. നിങ്ങളാരാ? അതൊന്നും നീ അറിയണ്ട, എനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയും. ശേഷം പുറത്ത് നല്ല മഴയായതുകൊണ്ട് സിയൂൺ ഒരു കുട വാങ്ങി പോകുന്നതിനിടയിൽ അതേ കടയിൽ നിന്ന് തന്നെ അവൻ ലിയൂണിനെ കാണും. അവൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഭാഗം കടിച്ച് അത് ബാഗിലോട്ട് തുപ്പി അതൊക്കെ മോഷ്ടിക്കുകയായിരിക്കും. ഇതവൻ കാണുന്നു. അവൻ കണ്ടെന്ന് അവളും മനസ്സിലാക്കും. ആ സമയം അവിടെയുള്ള സ്റ്റാഫ് കണ്ടെന്ന് കരുതി അവൾ സിയൂണിൻ്റെ ഗേൾ ഫ്രണ്ട് പോലെ അഭിനയിച്ച് പുറത്തേക്ക് വരും. അവൻ അവളെ മൈൻഡാക്കാണ്ട് പോകുമെങ്കിലും അവൾ എനിക്ക് കുടയില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും. എന്നിട്ട് വീട്ടിലാക്കി താന്ന് പറയും. എന്തിന്? കാരണം നിൻ്റെ ഒരു കുടയുണ്ട്, എൻ്റെ ഇല്ല. ഒരു കിടു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടേക്ക് പോകാമെന്നും പറയും. അങ്ങനെ അവൾ വാരി വലിച്ച് കഴിക്കും. അവൻ്റെ നിന്ന് അവൾക്കൊരു മിസ് കോൾ ഇട്ട് എൻ്റെ നമ്പറാ, സേവ് ആക്കിക്കോന്ന് പറയും. ഇനി നിൻ്റെ പേരെന്താ? അപ്പോൾ എന്തിനാ? അവൻ പേര് പറയാത്തത് കൊണ്ട് തന്നെ അവൾ താൻ തോന്നി എന്നായിരിക്കും സേവ് ആക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാം, ഫുഡിന് നന്ദി, പിന്നെ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിൽ സോറി എന്നും പറഞ്ഞ് അവൾ പോകുന്നു. ശേഷം ജിയോൺ അവരുടെ താവളത്തിലേക്ക് ചെല്ലും. അവിടെ കിം അന്ന് കാശ് കടം വാങ്ങിയവനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അപ്പോൾ എൻ്റെ കാശ് എങ്ങനെ തിരിച്ചു തരാൻ പോകുന്നു? ഞാൻ 3 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറയും. ഇനി കിട്ടിയില്ലെങ്കിൽ നിൻ്റെ തന്തയും തള്ളയും കൊന്ന് നിൻ്റെ വീടിന് ഞാൻ തീയിടുമെന്ന് പറയും. അവിടേക്ക് ജിയോൺ വരും. പിന്നെ ഇവനെ ഇപ്പോൾ വിട്ടയക്കുന്നതിന് മുമ്പ് ബാറ്റ് കൊണ്ട് കുറേ കൊടുത്തോ, വേണമെങ്കിൽ കത്തിയും ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് അയാൾ പോകും. ശേഷം യോങ് സ്കൂൾ ട്രാൻസ്ഫർ ആയി പോകാൻ നിൽക്കുകയാണ്. ആ സമയം അവിടെ യാങ്സുവും സിയോക്കും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ സിയൂണിൻ്റെ അടുത്ത് ചെന്ന് 1 മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന് പറയും. എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പ്ലീസ് കുറച്ച് നേരം മതിയെന്ന് പറയും. എന്നിട്ട് എന്നെ സഹായിക്കണം, നീ എൻ്റെ വക്കീലിനെ വന്നൊന്ന് കാണ്, ആ ഡ്രഗ് എൻ്റേതായിരുന്നില്ല എന്നൊന്ന് പറയ് പ്ലീസ്. സിയോക്ക്, നീയും? എൻ്റെ അമ്മയ്ക്ക് ഞാനാണെല്ലാം. അവൻ മുട്ടുകുത്തിയിരുന്ന് എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ എന്നെ ജുവനിൽ ഹോമിൽ അടക്കും. അപ്പു സിയോക്ക് എന്ന ആ സാക്ഷിമൊഴി കൊടുത്ത് ഇവനെ സഹായിക്കാമെന്ന് പറയുന്നു. ശേഷം അവൻ 3 പേരെയും കൂട്ടി വക്കീലിൻ്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞ് ഒരു ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോകും. ഇതെന്തിനാ ഇതിലൂടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എളുപ്പ വഴിയാണെന്ന് പറയും. നുണയാണെങ്കിൽ നീ തീർന്നു എന്ന് യാങ്സു പറയുന്നു. അങ്ങനെ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തും. പക്ഷെ ശരിക്കും അതൊരു ട്രാപ്പായിരുന്നു. അവിടെ കിം ഉണ്ടാവും. യാങ്സു, ഇത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ആ കൂട്ടത്തിൽ ലിയോണും ഉണ്ടാകും. ജിയോണിനോട്, ഇവന്മാരല്ലേ? അതെ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കാരണം അവന് ഒരുപാട് പരിക്ക് പറ്റി. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരുത്തനെ ഇങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിം, നിങ്ങൾക്ക് 3 ദിവസം തരും, സെറ്റിൽമെൻറ്റ് ക്യാഷ് കൊണ്ടുവരണം, 15 മില്യൺ വോൺ. യാങ്സു, നല്ല തമാശ. എന്താ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട്? ഞാൻ നിൻ്റെ കയ്യിൽ ഇടിച്ചില്ലല്ലോ. ഇടിച്ചു, നീയാണ് ഇവൻ്റെ കൈ ഇങ്ങനെ ആക്കിയത്. അതിനെന്താ തെളിവെന്ന് സിയൂൺ ചോദിക്കും. കിം, ഞാൻ കാശിന് വേണ്ടി ആളുകളെ കൊല്ലും, ചിലരെ വികലാംഗരാക്കി മാറ്റും. യാങ്സു, ഒരു അമ്മാവൻ്റെ പ്രായമുള്ളയാൾക്ക് പൊങ്ങച്ചം പറയാൻ മാത്രമുള്ള കാര്യമാണോ ഇത്? ഇത് കേട്ട കിമ്മിന് ദേഷ്യം വരും. നിനക്ക് 3 ദിവസം തരും, അതിനുള്ളിൽ കാശ് തന്നില്ലെങ്കിൽ നിനക്കെൻ്റെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് കയ്യിൽ കത്തി കൊണ്ട് വരയും. എന്നിട്ടായിരിക്കും അവൻ പോകുന്നത്. ശേഷം ആ ടീംസ് മൊത്തം അവരുടെ സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും. സ്കൂൾ വിട്ട് പുറത്തു കടക്കുമ്പോൾ എല്ലാ ഭാഗത്തും അവരുടെ ആളുകളുണ്ടാവും. യാങ്സു ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ ഉണ്ടാകും ആളുകൾ.
ശേഷം ഒരു കൂട്ടം ആളുകൾ രാത്രി സിയൂണിനെ ഫോളോ ചെയ്യുന്നു, വേറൊരു ടീം സിയോക്കിനെയും. അങ്ങനെ വീട്ടിലെത്തി അവൻ ലിയൂണിനെ വിളിക്കും, നമുക്കൊന്ന് കാണണമെന്ന് പറയും. എന്നിട്ട് അവളോട്, അയാൾ ആരാ? അഭയസ്ഥലവും ജോലിയും കൊടുക്കുന്ന ഒരുത്തനാ. എന്ത് ജോലി? ഓരോ തരം ജോലികൾ, കൂടുതലൊന്നും എനിക്ക് പറയാനാവില്ല. പക്ഷേ അവനെ സൂക്ഷിക്കണം, അവനൊരു പരനാറിയാ. കാശിനു വേണ്ടി ആളുകളെ കൊല്ലുമെന്ന് പറഞ്ഞത് നുണയൊന്നുമല്ല. അവന് വലിയൊരു ഗ്യാങ്സ്റ്ററുമായി ബന്ധമുണ്ട്. പറ്റുമെങ്കിൽ പകുതി കാശെങ്കിലും കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നീ പ്രശ്നത്തിലാവുമെന്ന് പറയും. ഞങ്ങളുടേതുപോലെ നിന്റെ ജീവിതവും നശിക്കും. അപ്പോൾ കാശ് കൊടുത്താൽ എല്ലാം തീരുമോ എന്നും ചോദിക്കും. ശേഷം കാശിനായി സിയോക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു വിലപിടിപ്പുള്ള വാച്ച് മോഷ്ടിക്കുന്നു. അതിനുശേഷം സിയോക്ക് ആ ക്യാഷ് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് ക്യാഷ് കാണിച്ചു കൊടുക്കും. ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർ തന്നതാ. യാങ്സു, നീ എന്താ കളിക്കുകയാണോ? വീട്ടുകാർ നിനക്ക് ചുമ്മാ അങ്ങ് 15 മില്യൺ വോൺ തന്നു എന്നാണോ? ഇതെവിടുന്നാ കിട്ടിയത്? സത്യം പറ. അപ്പോൾ അച്ഛൻ്റെ വാച്ച് വിറ്റു. യാങ്സു, നമ്മൾ എന്തിനാ അവന് കാശ് കൊടുക്കുന്നത്? നമുക്ക് പോലീസിനെ വിളിക്കാം. ഈ കാശ് കൊണ്ടുകൊടുത്ത് ആ വാച്ച് തിരിച്ചു വാങ്ങും. എന്നിട്ട് ലിയൂൺ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സിയൂൺ പറയും. നിനക്ക് ഫ്രീ മണിയെ പറ്റി അറിയോ? സ്കൂൾ പിള്ളേർക്കെല്ലാം അറിയാം. അതൊരു ഗാംബ്ലിംഗ് വെബ്സൈറ്റാണ്. രജിസ്റ്റർ ചെയ്താൽ നിനക്ക് 50,000 വോൺ ഫ്രീ ആയി കിട്ടും. കിമ്മിൻ്റെ വിദേശത്തുള്ള പാർട്ട്ണർ നടത്തുന്ന വെബ്സൈറ്റാണ്. എല്ലാം ഉടായിപ്പ. ആദ്യത്തെ കുറച്ച് ഗെയിമിൽ നമ്മളെ ജയിപ്പിക്കും. 1 മില്യൺ വോൺ വരെ നേടാം. എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ കിമ്മിൻ്റെ അടുത്ത് നിന്ന് തന്നെ ലോൺ എടുപ്പിക്കും. നമുക്ക് അവൻ്റെ താവളത്തിലേക്ക് പോലീസിനെ കൊണ്ടുപോയാൽ മാത്രം മതിയെന്ന് പറയും. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് അവരുടെ ടീംസ് നിൽക്കുന്നുണ്ടാവും. ഇത് കണ്ട യാങ്സു, ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോകാം. അവർ താമസിക്കുന്നിടത്തോ ഓഫീസിലോ ട്രാൻസാക്ഷൻ ബുക്കും ഡ്രഗും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോലീസിനെ കൊണ്ടുപോകണം. കുറച്ച് ഫോട്ടോസ് കൊണ്ടല്ല, നമുക്ക് അവരെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടണം. ഞാൻ ആദ്യം പോയി അഡ്രസ്സ് അയച്ചു തരാം, നിങ്ങൾ പോലീസിനെ കൊണ്ടുപോവാ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവൻ പോകും. അവൻ കാശ് വാങ്ങാൻ എന്തിനാ ഗ്യാങ്ങായി വന്ന്? കാശ് തരുന്നതിന് മുമ്പ് എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ ഈ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻ്റാണ്. നിന്റെ ഗാംബ്ലിംഗ് വെബ്സൈറ്റിൻ്റെ സെറ്റപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ജിയോണിനെ കാണിക്കും. അവൻ്റെ കസിൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, അങ്ങനെ അറിഞ്ഞതാ. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന 50,000 വോണിൻ്റെ കൂപ്പണില്ലേ, അതൊരു പ്രാവശ്യം കൊടുക്കാതെ 3 പ്രാവശ്യം കൊടുക്കണം. നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടാവുമല്ലോ, നമുക്കവിടെ പോയി സംസാരിക്കാമെന്ന് പറയും. ലിയൂൺ, ഇവൻ്റെ കൂടെയുള്ള ബാക്കി 2 പൊക്കാം, ആവശ്യം വരും. അപ്പോൾ അത് ലിയൂണിനോടും ജിയോണിനോടും ചെന്ന് കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് അവർ യാങ്സുവുമായി അവിടുന്ന് പോകും. ശേഷം സിയൂൺ, അവൻ അവരുടെ കൂടെ പോയോ? പോയി. അവൻ ഒറ്റക്കാണോ പോകുന്നത്? പോലീസിനെ വിളിക്കാമെന്നല്ലേ പറഞ്ഞത് എന്ന് ലിയൂൺ ചോദിക്കും. അപ്പോൾ നമുക്ക് അവനെ അവിടെ വെച്ച് പിടിക്കാം, നീ ആ അഡ്രസ്സ് തായോ എന്ന് പറയും. അങ്ങനെ അഡ്രസ്സ് അവൾ കൊടുക്കും. എന്നിട്ട് ആ അഡ്രസ്സ് യാങ്സുവിന് അയച്ചു കൊടുത്ത് ഇത് ശരിയാണെങ്കിൽ ആണെന്നൊരു റിപ്ലൈ തരണം എന്ന് മെസ്സേജ് അയക്കും. ശേഷം സിയോക്ക് ഒരു ടാക്സി വിളിച്ച് അതിൽ പോവാൻ നോക്കുമ്പോൾ സിയൂൺ, നീ എന്താ കാണിക്കുന്നത്? നമുക്ക് ഈ കാശ് കൊടുക്കാം, അത് കൊടുത്താൽ ഈ പ്രശ്നം തീരുമല്ലോ. നമ്മൾ എന്തിനാ യാങ്സുവിനെ ഒറ്റക്കയച്ചത്? അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ? എന്നിട്ട് അവൻ അതിൽ കയറി പോവും. ഇതൊക്കെ കണ്ട് ജിയോൺ ലിയൂണിനോട്, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ കിമ്മിനെ ജയിലിലേക്ക് അയക്കാൻ നോക്കുന്നു. അവൻ നമ്മുടെ സ്ഥലത്തേക്ക് പോലീസിനെ വിട്ടോളും. ഇനിയും ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല. നിനക്കും ഇതിൽ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ശേഷം കിം അവൻ്റെ സ്ഥലത്തോട്ടെത്തും. അവിടുന്ന് അവൻ്റെ ഫോൺ തരാനായി ആവശ്യപ്പെടും. അപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ വളരെ സീരിയസ് ആയാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണോ? അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. അവൻ്റെ തലക്കടിച്ച് വീഴ്ത്തും. എന്നിട്ട് ബാറ്റ് വെച്ച് കുറേ അടിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ്റെ ഫോൺ നോക്കുമ്പോൾ ഞങ്ങൾ പോലീസുമായി വരുവാണ് എന്ന മെസ്സേജ് കാണും. ഞാൻ കുറച്ച് പിള്ളേർ വരുമെന്ന് വിചാരിച്ചത്, പക്ഷെ നീ പോലീസിനെ വിളിച്ചല്ലേ എന്ന് ചോദിച്ച് അവൻ അടിക്കാൻ തുടങ്ങുന്നു. ശേഷം സിയോക്ക് അഡ്രസ്സ് കിട്ടിയ സ്ഥലത്തേക്ക് വരും. ആ പണം കൊടുക്കാനായിട്ട് സിയോക്കിനെ കണ്ട കിം, നീ ഒറ്റക്കാണോ? അതെ എന്ന് പറഞ്ഞ് ആ കാശ് കൊടുക്കും. എന്നിട്ട് അവനെ വിട് എന്ന് പറയുമ്പോൾ, ഡാ നാറികളെ, നിങ്ങളത് കളിക്കുകയാണോ? ശേഷം അവിടേക്ക് സിയൂൺ പോലീസുമായി എത്തും. പക്ഷെ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് നമുക്കിപ്പോൾ തിരിച്ചു പോകാം, ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ വാറണ്ടുമില്ല എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ശേഷം സിയൂൺ സൈഡിലുള്ള മതിൽ ചാടി അകത്തേക്ക് കടക്കും. എന്നിട്ട് ചില്ലടിച്ച് പൊട്ടിച്ച് അകത്തേക്ക് കടക്കുന്നു. അവിടെ ചോരക്കറ ഉള്ളതായി കാണും. അവൻ യാങ്സുവിനെ വിളിക്കും, പക്ഷെ കിട്ടുന്നുണ്ടാവില്ല. അവർ ലോക്കറിലുള്ള ഡ്രഗ്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാകും. ശേഷം മറ്റവർ 2 പേരും ഇപ്പോൾ കിമ്മിൻ്റെ കസ്റ്റഡിയിലായിരിക്കും ഉള്ളത്. അങ്ങനെ ഇതും മനസ്സിലാക്കിയ സിയൂണിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.